ലോക പ്രശസ്ത സഞ്ചാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ജുബൈർ, ഹാഫിദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ്, അവിടുത്തെ അർരിഹ്ല ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അവിടുന്ന് കണ്ട നാടുകൾ, അവിടുത്തെ അത്ഭുതങ്ങൾ ഇതൊക്കെ രേഖപ്പെടുത്തിയില്ലേ? മക്കയിലെത്തിയപ്പോൾ എന്തൊക്കെയാ കണ്ടത്? രേഖപ്പെടുത്തണം. മക്കയിലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന, ജനങ്ങൾ സംഘടിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ജനിച്ച സ്ഥലം. നബി തങ്ങൾ ജനിച്ച സ്ഥലം. നബി തങ്ങളുടെ വിശുദ്ധ ശരീരം സ്പർശിച്ച ആദ്യത്തെ മണ്ണ്, പരിശുദ്ധ മണ്ണ്, ആ മണ്ണുള്ള സ്ഥലം. അവിടെ ബുനിയ അലൈഹാ മസ്ജിദുൻ, ഒരു പള്ളി എടുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് കാണുമോ ഇല്ലയോ എന്നത് വേറെ വിഷയം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര ചെയ്ത് മക്കയിലെത്തിയപ്പോൾ കണ്ട അത്ഭുത സംഭവങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ലം യുറ അഹ്ഫലു ബിനാഇൻ മിൻഹു, അതിനേക്കാൾ വിശാലതയുള്ള ഒരു പള്ളി പരിസരത്ത് വേറെയില്ല. അക്തറുഹു ദഹബുൻ, സ്വർണം അതിൽ കൂടുതലായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നു വൽ മൗദിഉൽ മുഖദ്ദസു അല്ലദീ സഖത ഫീഹി സാഅത്തുൽ ബിലാദത്തി സഈദ അൽ മുബാറക അല്ലതി ജഅലഹ അല്ലാഹു റഹ്മത്തൽ ലിൽ ഉമ്മ അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ ആ നേരം, വിശുദ്ധമായ നേരം, ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീരം അത് സ്പർശിച്ച, നബി തങ്ങൾ വീണ ആ വിശുദ്ധ സ്ഥലം മഹ്ഫൂഫും ബിൽ ഫിദ്ദത്തി, വെള്ളി കൊണ്ട് പൊതിഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ്. ഫയാലഹാ തുർബതൻ ശറഫഹ അല്ലാഹ്, ആ മണ്ണിന്റെ പവിത്രത എത്രയാണ്. بأن جعلها مسقط أطهر الأجسام ومولد خير الأنام, خير الأنام സർവ മനുഷ്യരിലും സർവ സൃഷ്ടികളിലും ഏറ്റവും ഉത്തമരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സ്ഥലം എന്ന നിലയിൽ, അവിടുത്തെ ശരീരം അത് വീണ സ്ഥലം എന്ന നിലയിൽ ആ മണ്ണിന്റെ പവിത്രത എത്രയാണ്. എന്നിട്ട് പറയുന്നു സല്ലല്ലാഹു അലൈഹി വഅലാ ആലി വഅഹ്ലി വഅസ്ഹാബിൽ കിറാം വസല്ലമ തസ്ലീമാ. എന്നിട്ട് മഹാനവറുകൾ പറയാണ് ഈ വിശുദ്ധ സ്ഥലം, അതേ അവിടേക്കുള്ള കവാടം തുറക്കപ്പെടും. ജനങ്ങളൊക്കെയും അങ്ങോട്ട് കടക്കും. മുതബർരികീന ബി, ആ സ്ഥലം കൊണ്ട് ബറക്കത്തെടുത്ത്, നബിതങ്ങൾ ജനിച്ച, അവിടുന്ന് വീണ ആ മണ്ണുണ്ടല്ലോ, അവിടുത്തെ ശരീരം ആദ്യം സ്പർശിച്ച മണ്ണ്, ആ മണ്ണ് കൊണ്ട് ബറക്കത്തെടുത്ത് ജനങ്ങളൊക്കെ അവിടെ കിടക്കും. എപ്പോൾ? في شهر ربيع الأول ويوم الاثنين منه, റബീഉൽ അവ്വലിന്റെ തിങ്കളാഴ്ചയിൽ. എന്നിട്ട് പറയാൻ ലിഅന്നഹു കാന, കാരണം റബീഉൽ അവ്വലാണ്. ലിഅന്നഹു കാന ശഹ്റ മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ജനിച്ച മാസമാണത്. വഫിൽ യൗമിൽ മദ്കൂർ, തിങ്കളാഴ്ചയിലാണ് വലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. വതുഫ്തഹുൽ മവാദിഉൽ മുഖദ്ദസത്തുൽ മദ്കൂറതു കുല്ലുഹാ, മക്കത്ത് മുഴുവനും, ഞാനിവിടെ പരാമർശിച്ച മുഴുവൻ പരിശുദ്ധ കേന്ദ്രങ്ങളും അത് തുറക്കപ്പെടും, അത് തുറക്കപ്പെടും. വഹുവ യൗമുൻ മശ്ഹൂദുൻ ബിമക്കത ദായിമാ, റബീഉൽ അവ്വൽ മാസത്തിൽ തിങ്കളാഴ്ചയിൽ അതേ മക്കത്ത് അത് പ്രത്യേകമായി ജനങ്ങളൊക്കെയും ഒരുമിച്ച് കൂടുന്ന ഒരു പ്രത്യേക ദിവസമാണ്. അതങ്ങനെ തന്നെ തുടർന്നു വരുന്ന കാര്യമാണ്. ദായിമാ, എപ്പോഴും അതിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇബ്നു ജുബൈർ, ഹാഫിദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ്, അവിടുത്തെ അർരിഹ്ല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അപ്പൊ എല്ലാ കാലത്തുണ്ട് മൗലിദ് ആഘോഷ പരിപാടികൾ, അതിന്റെ വ്യത്യസ്തമായ രീതികൾ, രൂപങ്ങൾ, ശൈലികൾ, അനുവദിക്കപ്പെട്ട വിധങ്ങൾ. അനുവദിക്കപ്പെട്ടത് അനുവദിക്കപ്പെടും, അനുവദിക്കപ്പെട്ടത് ഈ മൗലിദ് ആഘോഷങ്ങളിലും അനുവദിക്കപ്പെടും. എന്താണ് പറ്റൂല എന്ന് പറഞ്ഞത്? പറ്റൂല എന്ന് പറഞ്ഞത് ഈ റബീഉൽ അവ്വലിലോ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12-നോ അല്ലാത്ത ദിവസങ്ങളിൽ നിഷിദ്ധമായത് ഇന്നും നിഷിദ്ധം തന്നെയാണ്. അനുവദനീയമായത് ഇപ്പോഴും അനുവദനീയമാണ്. അത് ഇമാമിയങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൗലിദാഘോഷം അത് ഇന്നലെ മിനിഞ്ഞാന്ന്, അത് ഈ അടുത്ത കാലത്ത്, അത് മുളഫർ രാജാവ് എന്നൊന്നും പറഞ്ഞിട്ട് ആളുകളെ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല.